പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ തുലാം ലഗ്നം കഴിഞ്ഞ് വൃശ്ചിക ലഗ്നത്തിലേക്ക് വരികയാണ്. വൃശ്ചികം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരു കുളിരുള്ളൊരു കാലമാണത്. മണ്ഡലക്കാലം തുടങ്ങി, മഞ്ഞിൻ ചേല ചിറ്റി പ്രകൃതി ആകെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. സുഖകരമായ ഒരു കാലഘട്ടം. ശരണം വിളികളാൽ അന്തരീക്ഷം മുഖരിതമാകുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമല്ല, ഒരു ചടങ്ങാണ് വൈക്കത്തഷ്ടമി. വൃശ്ചിക മാസത്തിലാണ്. അങ്ങനെ വൃശ്ചിക മാസം ക്ഷേത്രങ്ങളെല്ലാം ശബ്ദായമാനമാകുകയാണ്. ചിറപ്പുകൾ, അതുപോലെ ഭക്തരുടെ തിരക്ക്, ശബരിമലക്കാരുടെ ബഹളം, ഇങ്ങനെയെല്ലാം കൊണ്ടും നമുക്ക് വൃശ്ചികം എന്ന് കേൾക്കുമ്പോൾ ആകെ ഒരു ഉത്സാഹത്തിൻ്റെ കാലമാണ്. തുലാവർഷ കോള് കഴിഞ്ഞു, പ്രകൃതി ആകെ സുന്ദരിയായി ഇങ്ങനെ നിൽക്കുന്നൊരു സമയം. അപ്പോൾ വൃശ്ചികം, തണുപ്പ്, മഞ്ഞ് മുതലായ കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങുന്നതും ശബ്ദം മുഖരിതമാകുന്ന ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും വൃശ്ചിക ലഗ്നം അങ്ങനെയൊന്നുമല്ല. വൃശ്ചിക ലഗ്നത്തിന് ഈ പറയുന്ന ഗുണഗണങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സുഖകരമായ അന്തരീക്ഷമോ ഇല്ല. വൃശ്ചികത്തിൻ്റെ അടയാളം എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തേള്, ഞണ്ട് മുതലായ വിഷം ഉൾക്കൊള്ളുന്ന, കൊമ്പിലും മറ്റും അതിൻ്റെ കാലിലും മറ്റും വിഷം ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ലഗ്നത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട്. ചൊവ്വയുടെ ക്ഷേത്രമാണത്. ചൊവ്വ എന്ന് പറയുന്നത് ഉഗ്രനാണ്, ഒരു സാധുഗ്രഹമല്ല. ചൊവ്വ വളരെ ശക്തിമാനും സുന്ദരനും സാക്ഷാൽ സുബ്രഹ്മണ്യനും മറ്റും പലതുമാണ്. അപ്പോൾ ആ ചൊവ്വയുടേതായ പ്രത്യേകതയുണ്ട്. ഉഗ്രത്വം, പടയാളി, കുതിര, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. മാത്രമല്ല, നേരത്തെ പറഞ്ഞ കൊമ്പിൽ വിഷമുള്ള സ്വഭാവം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്നതാണ്. ഈ ലഗ്നത്തിന് ശുക്രൻ, ബുധൻ, അതുപോലുള്ള ഗ്രഹങ്ങളെല്ലാം പാപത്വമുണ്ട്. വൃശ്ചികത്തിൻ്റെ ഉടമസ്ഥൻ ചൊവ്വയാണ്, മേടത്തിൻ്റെ ഉടമസ്ഥനും ചൊവ്വയാണ്. അങ്ങനെ വരുമ്പോൾ ആ ചൊവ്വയുടെ സ്വഭാവം ഈ ലഗ്നത്തിന് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, വൃശ്ചിക ലഗ്നത്തിന് ആരാധിക്കാവുന്ന ദൈവം 5ാം ഭാവം കൊണ്ട് മഹാവിഷ്ണുവാണ്, ഗുരുവായൂരപ്പനാണ്. പിന്നെ ഭഗവതിയാണ് 9ാം ഭാവം കൊണ്ട്, അത് ചന്ദ്രൻ്റെ ക്ഷേത്രമാണ്. ഇതാണ് ഇവരുടെ ആരാധനാമൂർത്തികൾ. വൃശ്ചിക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മധ്യമ പൊക്കം, ശാരീരിക ക്ഷമത വളരെ കൂടുതലായിരിക്കും. അവർക്ക് സാമാന്യ സൗന്ദര്യം ഉണ്ടായിരിക്കും. ഇവർ ചെന്നുപെടുന്ന അന്തരീക്ഷം മുഴുവൻ പോലീസ്, പട്ടാളം, NCC, നേവി, ഫയർഫോഴ്സ്, സ്പോർട്സ് വകുപ്പ്, അതുപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട പല തൊഴിലുകൾ, വെടിക്കെട്ട് സാധാരണ ഇപ്പോൾ നമുക്കൊരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് വരെ കത്തിപ്പോയതും, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വെടിക്കെട്ടപകടം ഉണ്ടായതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ആ തൊഴിലിൽ പലരും ആകൃഷ്ടരായി വീണ്ടും പൊള്ളലേറ്റാലും ശരി, മരണം സംഭവിച്ചാലും ശരി, അവരായി തന്നെ പിന്നെയും പിടിച്ചു നിൽക്കും. അങ്ങനെ അഗ്നി സംബന്ധമായ ജോലികൾ, ഫയർഫോഴ്സിൽ ജോലി, ഇതുപോലെയുള്ള ജോലികൾ അവർ സാധാരണഗതിയിൽ ചെയ്യും. അതുപോലെ
ഡോക്ടർമാരാണെങ്കിൽ നല്ല സർജന്മാരായിരിക്കും, സ്ത്രീകൾ നല്ല ഗൈനക് സർജന്മാരായിരിക്കും വൈദ്യവൃത്തിയിൽ. അങ്ങനെ നാനാ പ്രകാരേണയുള്ള തൊഴിലിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് അവരുടെ കർമ്മഭാവം കൂടി നോക്കണം. വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾ ഈ പറയുന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പടിവാതിലും മഴക്കാലത്ത് പോലും കയറാത്ത ആള് ഈ രീതിയിൽ വരാമെന്നൊക്കെ പറയുന്നത് പൊട്ടത്തരമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ആലോചിച്ചിട്ട് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. എന്നിരുന്നാലും വൃശ്ചിക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം തൊഴിലായിരിക്കും, അവർക്കൊരു ശൂരത ഉണ്ടാവും, അവർക്ക് ഒരു പടയാളിയുടെ സ്വഭാവം ഇവർക്ക് കാണാൻ പറ്റും. ഇവരുടെ മനസ്സൊരാൾക്കും കാണാൻ പറ്റില്ല. മാനസികമായി അവർ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുക, എന്താണ് ചെയ്യുക, ക്രൂരത, ദുഷ്ടത, അതുപോലെ ഇതിൻ്റെ മറുവശമായിട്ട് നമുക്ക് പറയാവുന്നത് ഇവർ വളരെ സോഫ്റ്റായിട്ടും പെരുമാറും. ചില പ്രത്യേക ഔദ്യോഗിക രംഗത്തിരിക്കുന്ന ആളുകൾ വൃശ്ചിക ലഗ്നക്കാർ വളരെ സോഫ്റ്റായി പെരുമാറുന്നതായി കാണാം. കാരണം അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരണ്ടാവും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുഭഗ്രഹങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ടാവും. അതാണ് പക്ഷാന്തരം. അല്ലാതെ ഒറ്റയടിക്ക് ഇവരെക്കുറിച്ച് നേരത്തെ പറഞ്ഞ രീതിയിലൊന്നും നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം ആളുകൾ ചോദിക്കും, ഞാൻ വൃശ്ചിക ലഗ്നമാണ്, ഞാൻ ഇന്ന രീതിയിലാണല്ലോ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറയും. ശരിയാണ് പറഞ്ഞത്, വളരെ ശരിയായിരിക്കും. കാരണം ഈ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വെച്ചാൽ ഓരോ ജനന സമയവും എല്ലാവരും 6 മണിക്കല്ല ജനിക്കുന്നത്, 8 മണിക്കും 10 മണിക്കും 12 മണിക്കും അർദ്ധരാത്രിയൊക്കെ ജനിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് അവരുടേതായ ആ സ്വഭാവ വിശേഷങ്ങളും ഗ്രഹങ്ങളുടെ മാറ്റം മറിച്ചിലുകളും ഒക്കെ ഉണ്ടാവും. അതനുസരിച്ച് സ്വഭാവഗതികളും മാറും. പക്ഷെ വൃശ്ചിക ലഗ്നം എന്ന് പറയുന്ന ലഗ്നത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകും. അവർ ചെന്ന് നിൽക്കുന്നതായ അന്തരീക്ഷം, അവരുടെ സ്വഭാവഗതികൾ, അവരുടെ മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടതായിട്ട് വരും. ഇവരുടെ വൃശ്ചിക ലഗ്നത്തിൻ്റെ 7ാം ഭാവം ശുക്രന്റെ ക്ഷേത്രമാണ്. ആ ശുക്രന്റെ പാപത്വമുണ്ട്. 8ാം ഭാവം ബുധന്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ചെറുപ്പോൾ വൃശ്ചിക ലഗ്നക്കാർക്ക് നപുംസകത്വം എന്ന അവസ്ഥ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും. അഷ്ടമഭാവം ലൈംഗിക അവയവമാണ്. അത് നപുംസക സ്ഥാനം വന്നാലുണ്ടാകുന്ന സംഭവം ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല, വിസ്തര ഭയത്താൽ അത് വിട്ടുകളയാണ്. പക്ഷെ ഇത് ഗവേഷണ ബുദ്ധിയെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. വൃശ്ചിക ലഗ്നത്തിലെ അഷ്ടമം ബുധനായതുകൊണ്ട് വരുന്നതായ ബുദ്ധിമുട്ടുകൾ അത് വളരെയധികം ആളുകളിൽ ദർശിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ, വെറുതെ ഇതൊന്നും പറഞ്ഞു പോകുന്ന ആളുകൾക്കൊന്നും സാധിക്കില്ല. കാരണം ഇത് അങ്ങനെ കയറും ഇങ്ങനെ കയറും ഇന്ന കാര്യങ്ങൾ കിട്ടുന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ച് വെറുതെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഇത്. വളരെ ഗവേഷണ ബുദ്ധിയാൽ നോക്കുമ്പോൾ വൃശ്ചിക ലഗ്നത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തന്നെയല്ല, അവരുടെ 7ാം ഭാവാധിപൻ ശുക്രൻ പാപനായതുകൊണ്ട് വൈവാഹിക ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. സുന്ദരനായ ഭർത്താവോ സുന്ദരിയായ ഭാര്യയൊക്കെ കിട്ടും. കാരണം വെച്ചാൽ 7ാം ഭാവം ശുക്രനാണ്, ശുക്രൻ സുന്ദരനാണ്, ശുക്രന്റെ കയ്യിൽ സൗന്ദര്യമൊക്കെ ഉണ്ട്, അയാളയിൽ വേറെ പലതും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും സേലം മാങ്ങ പോലെ കണ്ടാൽ ഭംഗിയുണ്ടാവും, പൂളി വരുമ്പോൾ ഉള്ളി പുഴു പോയിരിക്കും. അങ്ങനത്തെ സന്ദർഭങ്ങളും സംഗതികളും ഈ ലഗ്നത്തിന് സംഭവിക്കാറുണ്ട്. അപ്പം ഒരു കാരണവശാലും ഒരു കൃത്യമായ അവലോകനം ഒരു ലഗ്നത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള സ്വഭാവങ്ങൾ, പല നാനാപ്രകാരായണ ഉള്ളതായ ഗതിവിഗതികൾ, ഇതാണ് നമ്മൾ ഈ എടുത്ത് പ്രയോഗിക്കുന്ന ഈ ലഗ്നവും അതിനോട് ബന്ധപ്പെട്ട 12 ഭാവങ്ങളും ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അകത്ത്, ഒരു മനുഷ്യനിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ലഗ്നം മുതൽ 12 ഭാവം വരെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പറയാം. ലഗ്നം കൊണ്ട് നിറം, സ്വഭാവം, ശബ്ദം, അതുപോലെ കീർത്തി, അവരുടെ ജോലി, അവരുടെ ചലനങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ 2ാം ഭാവത്തിലേക്ക് പോകണം. 2ാം ഭാവം എന്ന് പറയുന്നത് മാരകസ്ഥാനമായിട്ട് വരാം, മുഖസൗന്ദര്യമായിട്ട് വരാം, ധനസ്ഥാനമായിട്ട് വരാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
രണ്ടാം ഭാവം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വൃശ്ചിക ലഗ്നക്കാര് പൊതുവിൽ ഒരു കോപിഷ്ടന്മാരും പൊതുവിൽ ഗൗരവക്കാരും ഒക്കെ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നത്. രണ്ടാം ഭാവം ധനുവാണ്, വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണത്. പക്ഷെ അവർക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട്, ലഗ്നാധിപൻ ചൊവ്വ ആയതുകൊണ്ടും, എന്നുവെച്ചാൽ വൃശ്ചിക ലഗ്നത്തിൻ്റെ അധിപൻ ചൊവ്വ, രണ്ടാം ഭാവം വ്യാഴം, ധനു, ധൈര്യം, അതുപോലെ കാലിസമ്പത്ത്, കൃഷികളിൽ താല്പര്യം, നല്ല ഉദ്യോഗ പവർ, വിദ്യ, കുശാഗ്ര ബുദ്ധി. അവർ ഡോക്ടർമാരോ അതുപോലെ ശാസ്ത്രജ്ഞന്മാരോ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നവരോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുതലായ കാര്യങ്ങളിലെല്ലാം വളരെ കാര്യഗൗരവമായി തിളങ്ങുന്നവരോ ഒക്കെ ആവാം. അവർ പണമോഹികളായിരിക്കും, കൈക്കൂലി വാങ്ങും. ധനത്തിന് വേണ്ടി അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളയും. കുറ്റകരമായ കാര്യങ്ങളും രസമില്ലാത്ത കാര്യങ്ങൾ, അസുഖകരമായ കാര്യങ്ങളും ആ രണ്ടാം ഭാവത്തിൽ നമ്മൾ ദർശിക്കേണ്ടതായി വരും. നമുക്ക് വേഗം പറഞ്ഞു പോകാം, പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. മൂന്നാം ഭാവം, രണ്ടാം ഭാവം കഴിഞ്ഞ് മൂന്നാം ഭാവം സഹോദര സ്ഥാനം എന്നൊക്കെ നമ്മൾ ജ്യോതിഷക്കാര് പറയാറുണ്ട്. അത് മകരമാണ്. അവര് സമാധാനപ്രേമികളും നല്ല സഹോദര ഗുണമുള്ളവരും സഹോദരന്മാരോട് സാമാന്യം നല്ല രീതിയിൽ പെരുമാറുന്നവരും സമ്പത്തുള്ളവരും ഭൂസ്വത്തുള്ളവരും മറ്റെല്ലാമായി സാധാരണ കാണാറുണ്ട്. മകരം ശനിയുടെ ക്ഷേത്രമാണ്. പൊതുവിൽ ഇവർക്ക് മടിയും അലസതയും വസ്ത്രധാരണത്തിനൊന്നും ശ്രദ്ധയില്ലാത്ത ഒരു രീതിയും സാധാരണ മൂന്നാം ഭാവം മകരമായി വരുന്നവർക്ക് കാണാറുണ്ട്. വൃശ്ചിക ലഗ്നത്തിൻ്റെ മൂന്നാം ഭാവം. വൃശ്ചിക ലഗ്നത്തിൻ്റെ നാലാം ഭാവം വരുന്നത് കുംഭമാണ്. അതും ശനിയുടെ ക്ഷേത്രമാണ്. നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനങ്ങൾ, ഉപകരണ സാമഗ്രികൾ, അമ്മയുമായിട്ടുള്ള ബന്ധം, കുടുംബ ബന്ധം, തറവാടുമായിട്ടുള്ള ബന്ധം, ഇവ കാര്യങ്ങളൊക്കെ പറയാം. അവർക്ക് സ്ത്രീകളോട് വലിയ ബഹുമാനവും അതുപോലെ അവരുടെ മാതാപിതാക്കളോട് വളരെ താല്പര്യവും, വാഹനങ്ങളും, ആ വാഹനങ്ങൾ വെറും വാഹനമല്ല, നല്ല വാഹനമായിരിക്കും. അത് ചൊവ്വ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഉടമസ്ഥനാണ്. അത് നാലാം ഭാവം കുംഭമായിട്ട് വരുമ്പോൾ ആ വാഹനം അവർക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുകയും ദുരിതങ്ങളൊന്നും ഇല്ലാതെ തരത്തിൽ, അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അതിന് വേണ്ടി പണച്ചെലവോ വരാതെ ആ കാര്യം, ആ വാഹനം കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഓട്ടോറിക്ഷ എടുത്തോ അല്ലെങ്കിൽ ടാക്സി ഓടിച്ചോ ഒക്കെ ജീവിക്കുന്ന ആളുകൾ തന്നെയല്ല, സ്വകാര്യ ആവശ്യത്തിന് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾ. പിന്നെ വീടിനെ സംബന്ധിച്ചും അവർക്ക് വേഗത്തിൽ ഏകദേശം ഒരു മധ്യ വയസ്സിന് മുമ്പ് തന്നെ നല്ല വീടും കാര്യങ്ങളെല്ലാം ഉണ്ടാകാനും സാധിക്കും. പഴമയെ അവർ താലോലിക്കും. വീടിനകത്ത് പുതുമയേക്കാൾ കൂടുതൽ പഴമയ്ക്കായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നാലാം ഭാവം കഴിഞ്ഞ് നമ്മൾ അഞ്ചാം ഭാവത്തിലേക്ക് പോകണം. അഞ്ചാം ഭാവം മീനമാണ്. മീനം വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം അവരെ അലട്ടുമെങ്കിലും അവർ സൽസന്ധാന യോഗം, അതുപോലെ നല്ല സ്വഭാവം, ബഹുജന ബന്ധം, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, മാനസികമായി അവർ ഉന്നത നിലവാരം പുലർത്തുക, എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുക, നല്ല ജോലി ഉണ്ടാവുക, ആ ജോലിയിൽ അവർ വളരെ ഉത്തരവാദിത്ത ബോധം കാണിക്കുക, കൈക്കൂലി, അഴിമതി മുതലായ കാര്യങ്ങളോട് അവർക്ക് വിയോജിപ്പുണ്ടാകുക. ഇതെല്ലാം വ്യാഴത്തിൻ്റെ ക്ഷേത്രം വൃശ്ചികത്തിൻ്റെ അഞ്ചാം ഭാവമായി വന്നാൽ ഉണ്ടാവുന്ന കാര്യമാണ്. ആ വ്യാഴം അവർക്ക് ശുഭനാണ്. അഞ്ചാം ഭാവം എന്ന് വെച്ചാൽ ത്രികോണ ആധിപത്യം വ്യാഴത്തിന് വരുന്നതുകൊണ്ട് ശുഭത്വം വരുന്നു. അതാണ് ഇതിനൊക്കെ കാരണം. വ്യാഴത്തിൻ്റെ ത്രികോണ ആധിപത്യമാണ് അവിടെ വരുന്നത്. രണ്ടാം ഭാവാധിപത്യം ധനസ്ഥാനാധിപത്യവും അഞ്ചാം ഭാവാധിപത്യം ത്രികോണാധിപത്യവും കൂടി വരുന്നത് കൊണ്ട് അവരുടെ അഞ്ചാം ഭാവം നല്ല ഫലങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. സൽസന്താന യോഗം ഉണ്ടാകും. അവരുടെ സന്താനങ്ങളെല്ലാം നല്ല രീതിയിൽ അച്ഛനും അമ്മയ്ക്കും, ആണായാലും പെണ്ണായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെ, അച്ഛനും അമ്മയ്ക്കും അനുരൂപകളോ അനുരൂപന്മാരോ ആയി മാറുക. അവരുടേതായ
കുടുംബ മഹിമയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക, തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക മുതലായ കാര്യങ്ങൾ സാധാരണ കണ്ടുവരുന്നു. പക്ഷെ വ്യത്യാസങ്ങൾ വരാം. കാരണം ഈ 5-ൽ നിൽക്കുന്ന ഗ്രഹം മോശമാണെങ്കിൽ, അല്ലെങ്കിൽ 5-ാം ഭാവാധിപൻ വ്യാഴം വല്ല നീചത്തിലോ അല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയാൾക്ക് അഹിതമായ സ്ഥലത്തോ പോയി നിന്നാലൊക്കെ വ്യത്യാസങ്ങൾ വരാം. ഈ പറയുന്ന കാര്യത്തിൽ വ്യത്യാസം വരുന്നത് അങ്ങനെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് യുക്തിയുടെ വശവും കൂടി കലർത്തിയാണ് പറയുന്നത്. അയുക്തികരമായി വെറുതെ വല്ലതും പറഞ്ഞ് കൂട്ടിയിട്ട് കാര്യമില്ല. 6-ാം ഭാവത്തേക്ക് പോകാം. 6-ാം ഭാവം സുഖസ്ഥാനവും ശത്രുസ്ഥാനവും മറ്റുമാണ്. അത് മേടമാണ്, അത് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. അങ്ങനെ വരുമ്പോൾ അവര് വൈരാഗ്യം, വൈര്യനിര്യാതന ബുദ്ധി, മത്സര്യം, മതപരമായ കാര്യങ്ങളിലെല്ലാം അവർ മുറുകെ പിടിച്ച് ആ മതത്തിന് വേണ്ടി യാചിക്കുക, വാദിക്കുക. അതുപോലെ രാഷ്ട്രീയത്തില് അവര് ഇടപെട്ട് താങ്കൾ നിൽക്കുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടി വെറുതെ ജീവത്യാഗം ചെയ്യുന്ന രീതിയിൽ വൃഥാ പ്രവർത്തനങ്ങൾ നടത്തുക. അവർ കിടന്ന് കുരയ്ക്കും, നേതാക്കന്മാരെ ആളാവും, ഇവര് ജയിലിൽ പോവും അല്ലെങ്കിൽ ഇടികൊള്ളും. ഇതെല്ലാം ഇവര് സഹിച്ച് പിന്നെയും പിന്നെയും ജീവിതകാലം തൊലച്ചു കളയുന്ന ഒരു ഏർപ്പാടും നമുക്ക് ഇവരിൽ ദർശിക്കാൻ പറ്റും. അപ്പൊ അവരുടേതായ ആ ഒരു വാശി സ്വഭാവമാണ് ഇതിനകത്ത് വരുന്നത്. 7-ാം ഭാവം ശുക്രന്റെ ക്ഷേത്രമാണെന്ന് നേരത്തെ പറഞ്ഞു. അതാണ് അവരുടെ വിവാഹസ്ഥാനം. മറ്റു കാര്യങ്ങൾ, സൗന്ദര്യം ഉണ്ടാവും. ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും സൗന്ദര്യം ഉണ്ടാവും. സൽസന്താനങ്ങൾ ഉണ്ടാവും. പെൺസന്താനങ്ങൾ കൂടുതലുണ്ടാവും. ആ സന്താനങ്ങൾ അവർക്ക് അനുരൂപരല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചേക്കാം. പ്രേമം, അന്യ ജാതി പ്രസക്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 7-ാം ഭാവം ഇവരുടെ വരും. 7-ാം ഭാവത്തിന് പാപത്വം വരുന്നുണ്ട്. അപ്പോൾ ആ പാപത്വം വരുന്നത് കൊണ്ട് വൃശ്ചികത്തിന്റെ 7-ാം ഭാവം ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ആ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ലഗ്നാൽ 7-ൽ മാളവ യോഗം ചെയ്യുകയോ മറ്റൊക്കെ ചെയ്താൽ സ്ഥിതിഗതി മാറുകയും ചെയ്യാം. ഇതിനൊക്കെ വ്യത്യാസം വരാം. പക്ഷെ എന്നിരുന്നാലും പൊതുവിൽ ഇങ്ങനെയൊക്കെ വരാം. ഇനി നമ്മൾ അഷ്ടമത്തിലേക്ക് പോവുകയാണ്. അഷ്ടമം മിഥുനമാണ്. അത് ബുധന്റെ ക്ഷേത്രമാണ്. ബുധന്റെ ക്ഷേത്രം അഷ്ടമമായി വരുമ്പോൾ അവർക്ക് മദ്യം, പുരുഷനാണെങ്കിൽ സ്ത്രീ സേവ, സ്ത്രീ ആണെങ്കിൽ പുരുഷനോട് താല്പര്യം. എന്നാൽ ഇവര് അറിവുള്ളവരും പ്രതിഭാശാലികളും ശാസ്ത്രജ്ഞന്മാരോ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരോ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോ ഇതുപോലുള്ള കാര്യങ്ങളാവാം. ഇവരുടെ പ്രത്യേക ചില സ്വഭാവങ്ങളിൽ നപുംസകത്വം മുതലായ രീതി വരാം. വിവാഹത്തിന് താമസം വരാം. 2 വിവാഹം ഒരുപക്ഷെ നടന്നു എന്ന് വരാം. അത് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെയും 7-ാം ഭാവാധിപന്റെ നിലയും കൂടി പരിഗണിച്ചിട്ട് വേണം പറയാൻ. അല്ലാതെ ഖണ്ഡിതമായിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ സൂചന മാത്രം. ഇതൊരു സൂചനയാണ് ഈ കാര്യം പറയുന്നത്. 9-ാം ഭാവാധിപത്യം വരുന്നത് കർക്കടകത്തിനാണ്. അത് ചന്ദ്രന്റെ ക്ഷേത്രമാണ്. പൂർവ്വജന്മ സുഹൃതം, ഭാഗ്യം മുതലായ കാര്യങ്ങളാണ്. ചന്ദ്രനായതുകൊണ്ട് ഭാഗ്യത്തിന് കയറ്റിറക്കങ്ങൾ വരാം. മുന്നോട്ടും പുറകോട്ടൊക്കെ പോവും. വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ഒക്കെ വരും. അത് തന്നെയല്ല, അവര് സ്വാത്വിക സ്വഭാവമുള്ളവരും വനവാസം, അതുപോലെ ക്ഷേത്ര കാര്യങ്ങളിലെല്ലാം വലിയ താല്പര്യങ്ങൾ, ഭക്തി മുതലായ കാര്യങ്ങളുണ്ടാവും. ബ്രാഹ്മണ ഭക്തി, അതുപോലെ ക്ഷേത്രങ്ങളോട് ആസക്തി, ക്ഷേത്രത്തിൽ പോവുക, ആരാധിക്കുക, ആരാധനാമൂർത്തികൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ കർക്കടകം വരുമ്പോഴുണ്ടാവും. പക്ഷേ ഭാഗ്യത്തിന് അതുപോലെ കയറ്റിറക്കങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവും. എന്നുവെച്ചാൽ ഭാഗ്യസ്ഥാനമാണത്. ചന്ദ്രൻ ഭാഗ്യഭാവാധിപനായിക്കഴിഞ്ഞാൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ, പൂർണ്ണയന്ത്രനോ അതുപോലെ വല്ലതും ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രന് പക്ഷബലം ഉണ്ടെങ്കിൽ അതിന് വ്യത്യാസം വരും. അത് നന്നാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അവിടെ വരാം. 10-ാം ഭാവം ചിങ്ങമാണ്. അത് കർമ്മസ്ഥാനമാണ്, തൊഴിലിന്റെ സ്ഥാനമാണ്. വൃശ്ചികത്തിന്റെ 10. അപ്പോൾ ചിങ്ങത്തെ സംബന്ധിച്ച് ചിങ്ങം സൂര്യന്റെ ക്ഷേത്രമാണ്. അത് സ്ഥിരരാശിയാണ്. പക്ഷെ ഇവർക്ക് ക്രൂരത കൂടും. തൊഴില് അത്തരത്തിലുള്ള തൊഴിലുകളായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കശാപ്പുകാരെ കുറിച്ച് ചിന്തിക്കാം. അവരുടെ സ്വഭാവം നമുക്കറിയാലോ, കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ല. പട്ടാളം, പോലീസ് മുതലായ ജയിലർമാര്
ജയിൽ വാർഡന്മാര്, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ ഇവര് ചെയ്യാറുണ്ട്. ക്രൂരത, അതുപോലെ ഹിംസ സ്വഭാവം മുതലായ കാര്യങ്ങൾ, അത് ആണായാലും പെണ്ണായാലും അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാക്കി വെച്ച് കളയും. കാരണം സൂര്യന്റെ ക്ഷേത്രമാണ്, ചൊവ്വയും സൂര്യനുമാണ് അവിടെ വരുന്നത്. 11ാം ഭാവം കന്നിയാണ്, അത് ബുധന്റെ ക്ഷേത്രമാണ്. അത് ബുധൻ അവിടെ ലാഭം, അറിവ്, വിദ്യ, ശാസ്ത്രീയമായ കാര്യങ്ങൾ, കണക്ക്, നിഗൂഢശാസ്ത്ര പഠനം, അതുപോലെ ക്ഷേത്ര പൂജാരി, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുക, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതിനെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കുക, ഡോക്ടറേറ്റ് നേടുക മുതലായ കാര്യങ്ങളെല്ലാം ആ 11ാം ഭാവം കൊണ്ട് ഇവർക്ക് ലഭിക്കാം. മറിച്ചും വരാം. ആ ബുധന് ചിലപ്പോൾ വേണ്ടത്ര ഗുണം ഇല്ലാതെ പോകുന്നു, നീചത്തിൽ പോകുന്നു, മീനത്തിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ വ്യത്യാസം വരാം. ഈ പറഞ്ഞതിനൊക്കെ മാറ്റം വരാം, എല്ലാത്തിനും മാറ്റങ്ങൾ വരാം. അപ്പൊ 11ാം ഭാവം കൊണ്ട് അവർക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണ് ആ പറഞ്ഞത്. അതുപോലെ സന്താനങ്ങൾ നല്ല രീതിയിൽ വരാം 11ാം ഭാവം കൊണ്ട്. അവരെ കൊണ്ട് ഉന്നതിയും കീർത്തിയും മാതാപിതാക്കൾക്ക് കിട്ടാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അല്പസ്വല്പം വ്യതിയാനങ്ങൾ വരുന്നത് ഗ്രഹനിലയ്ക്കനുസരിച്ചായിരിക്കും എന്നുകൂടി ഓർത്തിരിക്കണം. 12ാം ഭാവം തുലാം രാശിയാണ്, അത് ശുക്രന്റെ ക്ഷേത്രമാണ്. അവര് വളരെ സ്വാത്വികരും, ദേവബ്രാഹ്മണ ഭക്തിയും, അതുപോലെ ബന്ധുബലവും, വളരെ സുഖകരമായ ജീവിതവും, ജനബന്ധവും, ജനകീയ നേതാക്കന്മാരും, അവർ ധൈര്യപൂർവം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പണം അനാവശ്യമായി സാമൂഹ്യ കാര്യങ്ങൾക്കും തെരഞ്ഞെടുപ്പിന് നിന്നു. 5 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. ആ 5 ഏക്കർ ഭൂമിയിൽ 4 ഏക്കറും വിറ്റിട്ടുണ്ട്. വീണ്ടും തെരഞ്ഞെടുപ്പിന് നിന്നു വേറൊരാള്, അയാൾക്കും ഇതുപോലെ ധാരാളം പണം ഉണ്ടായിരുന്നു. ഈ പണം തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ബാക്കിയൊന്നുമില്ല. അങ്ങനെ വ്യയം വരും. അതുപോലെ തന്നെ അവർ സമ്പാദിക്കുകയും ചെയ്യും, വീണ്ടും അത് നശിപ്പിക്കും. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് 12ാം ഭാവം തുലാമായിട്ട് നിന്നാൽ. പക്ഷേ ജീവിതാന്ത്യത്തിൽ ഇവര് ഒരു സമതുലനാവസ്ഥ, ഇക്വിലിബ്രിയം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ആ അവസ്ഥയിൽ വരും. ദരിദ്രനാണോ ദരിദ്രനല്ല, ധനവാനാണോ ധനവാനല്ല, ഒരു മീഡിയം ലൈഫ്. ആ രീതിയിൽ ഇവര് എത്തിച്ചേരുകയാണ്. അവര് സുഖപരമായിട്ട് മാന്യമായിട്ട് നിൽക്കും. പക്ഷെ ജനം പറയും എത്രമാത്രം സ്വത്തുണ്ടായിരുന്ന ആളാണ്, ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, എന്നാലും മാന്യമായി കഴിഞ്ഞു കൂടുന്നു എന്നൊരവസ്ഥ ഇവിടെ വരും. അപ്പൊ വൃശ്ചികത്തിന്റെ 12 ഭാവങ്ങൾ നമ്മൾ പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പറഞ്ഞു പോകുമ്പോൾ അതിന് പല എക്സെപ്ഷൻസും ഉണ്ട്, പല അർത്ഥഭേദങ്ങളും പാഠഭേദങ്ങളും ഉണ്ട്. അതിന് കാര്യകാരണങ്ങളും ഇവിടെ വിശദീകരിച്ചു. ഇതാണ് ഈ നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അധ്യായം. ഇപ്പൊ നമ്മൾ വൃശ്ചികത്തിലെത്തി, ഇനി ധനു, മകരം, കുംഭം, മീനം, 4 ലഗ്നങ്ങൾ കൂടി നമ്മൾക്ക് പറയാനും പഠിക്കാനും ഉണ്ട്. അതെല്ലാം ഇതുപോലെ വളരെ സസൂക്ഷ്മം വീക്ഷിച്ച് അതിൻ്റെ ഫലങ്ങൾ ഇതിന് പുറകെ എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും വരുന്നുണ്ട്. ഈ അധ്യായങ്ങൾ പലരും ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഉള്ള അധ്യായങ്ങളാണ്, ഇതുപോലുള്ള വിഷയങ്ങളാണ് എല്ലാ പ്രേക്ഷകർക്കും ആവശ്യം. അല്ലാതെ ആവശ്യമില്ലാതെ വെറുതെ വലിയ വാർത്തകൾ സൃഷ്ടിച്ച് ഇത്ര ഇന്ന നാളുകാർക്ക് രാജയോഗം വരുന്നു, നിധിയോഗം വരുന്നു, അല്ലെങ്കിൽ ലോട്ടറി കിട്ടാൻ പോകുന്നു, സ്വർഗത്തിലേക്ക് ഉടലോടെ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആരെയും പറ്റിക്കാനോ ആരെയും ചതിക്കാനോ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറിമായങ്ങൾ, മാറ്റം മറിച്ചിലുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഏത് രീതിയിലാണ് വരുന്നത് എന്നെല്ലാമാണ് നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അധ്യായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി അറിയിക്കുക. അത് യാതൊരു കാരണവശാലും ഇമെയിലിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും ഇൻസ്റ്റഗ്രാമിൽ കൂടിയും ചോദിക്കുകയോ പറയുകയോ ചെയ്തതൊന്ന് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. വാട്സപ്പിലൂടെ ആണെങ്കിൽ അതിനുള്ള മറുപടികൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം പഴയ അധ്യായങ്ങൾ പോലെ സവിനയം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.